രാഷ്ട്രീയത്തിൽ പകപോക്കൽ നയവുമായി തുടരുകയാണ് ഉദ്ധവ് താക്കറെ എന്നും അദ്ദേഹത്തിന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്നുമാണ് ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് എന്ന BJPയുടെ നേതാവും മഹാരാഷ്ട്രയിലെ നിലവിലെ ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയും പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, ആർക്കാണ് സ്ഥലകാല ബുദ്ധിയും സ്ഥലകാല ബോധവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ന്. BJP അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തേരാപ്പാര നടക്കുകയായിരുന്നു. ഒടുവിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ അവിടെ ഓപ്പറേഷൻ താമര നടപ്പിലാക്കി നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മഹാവികാസ് അഘാദി സർക്കാരിനെ തള്ളി താഴെയിട്ടു. എന്നിട്ടും കലി അടങ്ങിയില്ല. ഒടുവിൽ അജിത് പവാറിനെയും കൊണ്ട് NCPയെ പിളർപ്പിച്ച് BJPയുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? BJPക്ക് നഷ്ടമാണോ അതോ നേട്ടമാണോ കിട്ടിയത്? നഷ്ടം മാത്രമാണ് ലഭിച്ചത്. കാരണം അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPക്ക് ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ തട്ടകമെന്ന് അവർ കരുതുന്ന ബാരാമതിയിൽ ഇത്തവണയും സുപ്രിയ സദാനന്ദ് സുലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അജിത് പവാറിനും പ്രഫുൽ പട്ടേലിനും എങ്ങനെയെങ്കിലും NCPയുടെ ശക്തനായ നേതാവ് ശരത്ചന്ദ്ര പവാറിനെ എങ്ങനെയും മണിയടിച്ച് തിരിച്ചു കയറാനുള്ള ശ്രമമാണ്. പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരത് പവാറിനെ മണിയടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിലെ നാനാ പറ്റോലയെ കണ്ടതുകൊണ്ടോ അജിത് പവാറിന് ഇനി ഒരു ഭാവി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും വ്യക്തമാക്കിയിരിക്കുന്നത്. മഹാവികാസ് അഘാദി വളരെ ശക്തമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക്, ആഴത്തിലേക്ക് പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ചിന്ത മാറ്റിയെടുക്കുക BJPക്ക് കഴിയുന്നതല്ല. വർഗീയത മാത്രം വിളമ്പുന്നവർക്ക് സ്വാഭാവികമായും ഇത് ഉൾക്കൊള്ളാനും കഴിയില്ല. തന്നെ വിമർശിച്ച നരേന്ദ്രമോദിയോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വർഗീയവാദിയെ പോലെയാണ് ഓടി നടന്ന് പ്രസംഗിച്ചത്. അതിനിടയിൽ ഇടയ്ക്ക് തൻ്റെ പിതാവിനെയും തന്നെയും അവഹേളിക്കുന്ന നിരവധിയായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചു. അതിനെതിരെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കണമെന്ന് പലരും പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഞാൻ കൃത്യമായി അതിനുള്ള താക്കീത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിക്കാണ് യഥാർത്ഥത്തിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും തനിക്കല്ല എന്നും ഫട്നാവിസിന് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്നും കൃത്യമായി ഉദ്ധവ് താക്കറെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഫട്നാവിസിന് ഇനി അധിക നാൾ അധികാരത്തിൽ തൂങ്ങി നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ അടക്കമുള്ളവരെ വിമർശിക്കാൻ ശ്രമിക്കുന്നത്. ഫട്നാവിസിൻ്റെ ആദ്യ സർക്കാരിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തില്ലായിരുന്നെങ്കിൽ അധികാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. നന്ദിയോ കടപ്പാടോ ഒന്നുമില്ലാതെ ഒരു രീതിയിലും ആരോടും പ്രതിബദ്ധതയില്ലാത്ത മനുഷ്യനാണ് ഫട്നാവിസ് എന്നത് ഞങ്ങൾക്ക് വളരെ വൈകിയാണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞതെന്നും ഷിൻഡെ ഞങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുമ്പോൾ ഷിൻഡെ മനസ്സിലാക്കേണ്ടത് സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതും അത് ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നതും വ്യക്തമാണ് എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ.